ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ കൂടെയുള്ളത് ഇലാൻസിലെ രണ്ട് പ്രൗഡ് സ്റ്റുഡൻസ് ആണ്. കഴിഞ്ഞ സെപ്റ്റംബർ 24 സെഷനിൽ നാഷണൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് നേടിയിട്ടുള്ള ഫാത്തിമത്ത് ഷെയ്ഫയും ആൻഡ്രൂസ് ജോണിയും. നമുക്ക് അവരുടെ സക്സസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹ്യൂസ് കൺഗ്രാറ്റുലേഷൻ. രണ്ടാളും നാഷണൽ ഫസ്റ്റ് റാങ്ക് ആൻഡ് സെക്കൻഡ് റാങ്ക് വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സോ നിങ്ങളുടെ ഒരു ACC ജേർണിയിൽ ഈ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ റാങ്ക് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ AAA പോലെ പേപ്പർ ഭയങ്കര ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടി. എന്താണ് ഷൈഫക്ക് പറയാനുള്ളത്? അതുപോലെ തന്നെ റാങ്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ PM പേപ്പറിന് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രഗിൾസൊക്കെ നല്ല റിസൾട്ട് തന്നെ കിട്ടി. ഓക്കെ, PM മാത്രമല്ല, ഇതിന് മുന്നേ FM റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുപ്പിച്ചാണ് 2 റാങ്ക്സ് വാങ്ങുന്നത്. ആൻഡ് AAA പേപ്പർ തിയറി പേപ്പറാണ്, ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറാണെന്ന്. പാസ് പെർസെൻറ്റേജും 2 പേപ്പേഴ്സിനും കുറവാണ് ആക്ച്വലി. എന്തായിരുന്നു പാരന്റ്സിനൊക്കെ റിയാക്ഷൻ? അവർ പാസ് ചെയ്യുന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ റാങ്ക് കൂടി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വളരെ ഹാപ്പി. കാരണം ACCയിലെ ഫസ്റ്റ് ടൈമാണ് റാങ്ക് കിട്ടുന്നത് തന്നെ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ റിസൾട്ട് വന്നത് ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വീട്ടിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ റാങ്ക് കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ നല്ല ഹാപ്പി ആയിരുന്നു. ഉപ്പ ബ്രദറൊക്കെ വിളിച്ചു കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് പിന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ പിന്നെ ഒരു സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇനിയുള്ള സ്റ്റുഡൻസിനോട് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? കിറ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും റിവൈസ് ചെയ്യുക. മെയിൻ ടിപ്പ് അത് തന്നെയാണ്. പിന്നെ PM എന്നുള്ള പേപ്പറിലാണെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. കൂടുതലും തിയറി പോർഷൻസ് നല്ലോണം ചോദിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഭാഗങ്ങൾ എഴുതാൻ പറ്റും. അതിന് സ്റ്റഡി ഹബ്ബ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിറ്റ് പ്രാക്ടീസ് ചെയ്യുക. എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് നല്ലതായിരിക്കും. ഞാൻ AAA ഓൺലൈനായിരുന്നു. അപ്പം എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു. ഓൺലൈൻ എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഫീസിബിൾ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു ACC പേപ്പർ ഓൺലൈൻ എടുക്കുന്നത്. അപ്പം താങ്ക്സ് ടു അലയൻസ്, അവരുടെ ഫാക്കൽറ്റി ആയാലും അലൻ ബിജു സാറാണെങ്കിലും സാറിനെ ഇതിനെ കണ്ടിട്ടില്ല നേരിട്ട്. കാരണം അത്രയും AAA ഫുൾ ഓൺലൈൻ ആയിരുന്നു. അപ്പം സാറിനെ ഞാൻ ഇതുവരെ നേരിട്ട് പോലും കാണാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും റെക്കോർഡിങ്സ് ആയിരുന്നു. എന്നാലും അതിൻ്റെ ഒരു എഫിഷ്യൻസി ഞാൻ തോന്നുന്നു എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. അവർ എപ്പോഴും അവൈലബിൾ ആയിരുന്നോ? അവര് സാറായ ഡൗട്ട് വെച്ചാൽ എല്ലാം ക്ലിയർ ചെയ്ത് തരും. പിന്നെ ക്ലാസ്സുകൾ റെക്കോർഡിങ്സ് ആണെങ്കിൽ പോലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെ ആയിട്ട് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. PM ഫസ്റ്റ് തന്നെ എല്ലാവരും സ്കില്ലിൽ ഏറ്റവും ടഫ് പേപ്പർ എന്നുള്ളൊരു പേര് PMനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടുത്തെ പ്രിൻസ് സാറ് മെൻറ്റർ സപ്പോർട്ട് ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് നമ്മുടെ കൂടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ACC എക്സാമിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. അപ്പം ACCൻ്റെ കിറ്റായാലും ACCൻ്റെ തന്നെ സൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിൽ നമുക്കിങ്ങനെ ഒരുപാട് കപ്ലാൻ അങ്ങനെ തുടങ്ങിയ കുറേ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന റിസോഴ്സസ് ആയിരിക്കും നിങ്ങളുടെ സ്റ്റഡീസിനെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കുക എന്ന് തോന്നിയത് ഏതാണ്? AAA പേപ്പറിന് എനിക്ക് യൂസ്ഫുൾ ആയത് കപ്ലാൻ്റെ കിറ്റ് തന്നെയാണ്. പിന്നെ അതിനേക്കാൾ യൂസ്ഫുൾ ആയത് എനിക്ക് തോന്നുന്നത് ACCൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ഒക്കെയാണ്. കാരണം ഒരു എക്സാം അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് നമുക്ക് എക്സാം ട്രയൽ പോലെ എഴുതാൻ പറ്റും. അപ്പോൾ അത് മാക്സിമം എഴുതി. ഇപ്പോൾ പ്രീവിയസ് ഇയർ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിറ്റിൽ ചെയ്യാണ്ട് തന്നെ ഞാൻ ഒരു ശരിക്കും എക്സാം എഴുതുന്ന പോലെ ശരിക്കും ഒരു 5-6 എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിലൊന്ന് മാത്രമേ റാങ്ക് കിട്ടിയില്ല. എനിക്ക് അങ്ങനെ പറയാം. എനിക്ക് തിയറി നോക്കാനാണെങ്കിൽ ACCൻ്റെ സ്റ്റഡി ഹബ്ബ് ഞാൻ കുറേ ഹെൽപ്പ് ചെയ്ത്. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണെങ്കിൽ കപ്ലാൻ കിറ്റാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി ഇങ്ങനെ ACCയെ ഈ ഒരു ജേർണി ഒരിക്കലും ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ACCയിലോട്ടേക്ക് എത്തിച്ചേർന്നത്? ഒരിക്കലും ഇപ്പോൾ ഞാനൊന്നും 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് ACC എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അധികം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഒബ്വിയസ്ലി ACC CMA എല്ലാം അവെയർ ആണ്. കാരണം ഒരുപാട് മാർക്കറ്റിൽ ഇപ്പോൾ
പിന്നെ അറിയപ്പെടുന്ന കോഴ്സസ് ആണ് ഇതൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ACCA എന്ന കോഴ്സിനെ പറ്റി അറിയായിരുന്നോ, അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞു വന്നതാണോ? ആ ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ബികോം കഴിഞ്ഞിട്ടാണ് വന്നത്. ബികോം കഴിഞ്ഞിട്ടാണ്. ബികോം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എക്സംഷൻസ് കിട്ടി. അപ്പം അതൊന്ന് അട്രാക്ട് ചെയ്യാൻ അത് കാരണമായി. പിന്നെ CA എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ACCA കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ഫ്ലെക്സിബിൾ എല്ലാം തോന്നി. ACCA പിന്നെയും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്, എക്സാംസ് എഴുതാനായാലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയാലും. അപ്പം അത് അട്രാക്ട് ചെയ്തു. പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ ACCA ഉണ്ടായിരുന്നു. അപ്പം അവർ റെക്കമെൻഡ് ചെയ്ത് നല്ല കോഴ്സാണ്, നോളജ് വൈസ് അല്ലാണ്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ACCA ചൂസ് ചെയ്തു. ഞാൻ +1 +2 സയൻസ് ആയിരുന്നു പഠിച്ചത്. പക്ഷേ എനിക്ക് അപ്പോൾ തന്നെ +2 കഴിഞ്ഞാൽ സയൻസ് സ്ട്രീമിലോട്ടേക്ക് പോകാൻ താല്പര്യം കുറവായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കൊമേഴ്സ് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ കൊമേഴ്സിൽ നല്ല കോഴ്സുകളൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു താല്പര്യത്തിനും ഏറ്റവും ബെസ്റ്റായിട്ട് ACCA തോന്നിയത്. അപ്പോൾ അങ്ങനെ ACCA ചൂസ് ചെയ്തു. പിന്നെ എല്ലാവരും സപ്പോർട്ട്, വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ കസിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ACCA. അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് അല്ലെങ്കിൽ ഭയങ്കര ഗിവ് അപ്പ് ചെയ്യാനുള്ള ഫീലൊക്കെ വരാറുണ്ടാവും. അതെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? ACCA ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് റീസൺ. കാരണം ഫീസ് അടയ്ക്കേണ്ടതൊക്കെ പൗണ്ടിലാണ്. അപ്പം ആ ഒരു പ്രഷർ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പം അതിന് ഹാർഡ് വർക്ക് ചെയ്യാല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ചെയ്തു. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി. ഗിവ് അപ്പ് ചെയ്യാൻ ഇതുവരെ തോന്നിയില്ല. ബട്ട് ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരായാലും ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും നല്ല സപ്പോർട്ടിനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആ സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് പറ്റി. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ആക്ച്വലി ഇങ്ങനെ ഗിവ് അപ്പ് ചെയ്യണം എന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഒരു പേപ്പർ കഴിഞ്ഞ് അതൊന്ന് ഫെയിലായി. ACCA ഇതിൽ അത്ര വലിയ ഇതില്ല, നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇനിയിപ്പോൾ ഒരു പേപ്പറാണ് ഫെയിലായതെങ്കിലും ആ ഒരു പേപ്പർ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ ഇങ്ങനെ പേപ്പർ ഫെയിലാകുന്ന സമയത്ത് അവർ പിന്നെ ഗിവ് അപ്പ് ചെയ്യണം എന്നുള്ളൊരു ഫീൽഡിലോട്ടേക്ക് എത്തും. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? മെയിൻലി എല്ലാവർക്കും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത് ഇതിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണ്. കാരണം ഒരു എക്സാമിന് അത്ര എമൗണ്ടാണ് ഫെയിലാകുമ്പോൾ വേസ്റ്റായി പോകുന്നത്. പക്ഷേങ്കിൽ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ACCA ആ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിപ്പോൾ ഒരു ഡ്രീമായിട്ട് വെച്ചാൽ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് വരാം. ഈ സ്ട്രഗിൾസിനൊക്കെ എന്തായാലും ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റും. ആ ഒരു ഡ്രീം വെച്ചാൽ എത്താൻ പറ്റും. നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റേജിൽ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്താ ഇതുണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവാം. എന്താ പറയാനുള്ളത്? ഡിഫിക്കൽട്ട് ആയതിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ത്രിബിൾ ആണെങ്കിൽ പോലും ഭയങ്കര ടഫസ്റ്റ് പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത്. അതിൻ്റെ റിസൾട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര വാല്യൂ ആയിട്ട് തോന്നുന്നത്. അപ്പം ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഹാർഡ് വർക്ക് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് അതിനേക്കാളും വലുതായിരിക്കും. ഈ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഇങ്ങനെ ഈ നാഷണൽ റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ സമയത്ത് ഒരു ഭയങ്കര ഒരു സ്പിരിറ്റ് കയറിയിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് ആ ഒരു ഫീൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് തരാമോ? ഞാൻ ത്രിബിൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അധികം ആരെയും പരിചയമില്ലായിരുന്നു. പിന്നെ 3 മാസം കഴിയുമ്പോൾ ബാച്ച് ഇങ്ങനെ മാറുമ്പോൾ ചിലപ്പം ആദ്യം കണ്ടവരൊന്നും പിന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പം ACCA വന്നിട്ട് ഒരു ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ബികോമിൽ ഉണ്ടായിരുന്നവർക്ക് തന്നെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ആയിട്ട് ചേർന്ന് ഭാവിച്ചിരിക്കും നെട്ടിപ്പോയി. കാരണം ബികോമിൽ ഇതുപോലെ റാങ്ക് എത്തുന്നതിൻ്റെ ഒരു അവിടെ പോലെ എത്തിയിട്ടില്ലായിരുന്നു. ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാണല്ലോ. ഒബ്വിയസ്ലി എന്താ പറയുക, നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തുള്ള ഒരു ലൈഫേ ആയിരിക്കില്ല നമ്മൾ ACCA ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പിന്നെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു? ആദ്യം കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബികോം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഭയങ്കര എല്ലാം ഫോളോ ചെയ്യണം, കറക്റ്റ് കീപ്പ് ചെയ്യണം, ക്ലാസ്സിൽ കയറണം. അപ്പം അതൊക്കെ ഭയങ്കര ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഫീസ് അടിക്കണതൊക്കെ കാണുമ്പോൾ ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് ആയാലും സപ്പോർട്ടായിരുന്നു. ACCA എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും സീരിയസ് ആയിട്ട് എടുത്ത ഫാമിലി ആണെങ്കിലും. സാധാരണ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിന് കയറിയിട്ടില്ലെങ്കിലും വലിയ സീനില്ല. കാരണം നമ്മളെ പിടിക്കപ്പെടുന്നൊന്നുമില്ല അധികം. പക്ഷെ ഇവിടെ നമ്മൾ കറക്റ്റ്ലി മോണിറ്റർ ചെയ്യാറുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷെ അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ തന്നെ എല്ലാ ക്ലാസ്സിന് കയറി. ക്ലാസ്സിന് അത്രയും അട്രാക്റ്റീവ് ആണ്, നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ തന്നെ
ക്ലാസ് ഇല്ലെങ്കിൽ നടക്കൂല എന്നൊരു ഫീലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ കയറിക്കോളും. കയറിക്കോളും. ഷെയ്ഫ പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാണോ? അല്ല, ഞാൻ +2 കഴിഞ്ഞിട്ട് വന്നു. +2 കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പം +2 ലൈഫും അടിപൊളിയായിരിക്കും. നമുക്ക് പ്രൊഫഷണൽ ലൈഫിലോട്ടേക്ക് വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് എങ്ങനെയാണ് പേഴ്സണൽ ലൈഫും സ്റ്റഡി ലൈഫും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സിന് വരുമ്പോൾ ലൈഫ് തീരെ ഉണ്ടാവില്ല, എൻജോയ് ചെയ്യാൻ പറ്റൂല. പക്ഷെങ്കിൽ ഇവിടെ അതിനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇലാൻസിന്റെ ഒരു മെമ്മറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രോഗ്രാംസിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ രണ്ടാൾക്കും മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഉണ്ടോ? അലയൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ബികോമാൻ വിചാരിച്ച് കഴിഞ്ഞു. എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ലൈഫ് കഴിഞ്ഞു, അക്കാഡമിക് ലൈഫ്, പിന്നെ അങ്ങോട്ടേക്ക് പ്രൊഫഷണലായിരിക്കും പഠിച്ചതിന് നേരെ ഒരു കോർപ്പറേറ്റ് ലൈഫ് ആയിരിക്കും വിചാരിച്ചത്. പക്ഷേ അലയൻസിലേക്ക് വന്നപ്പോൾ എന്തായാലും ആ ഒരു ചിന്ത തന്നെ മാറി കിട്ടി. കാരണം ഇവിടുത്തെ ഫംഗ്ഷൻസും പരിപാടികളും ഇവിടെ അലയൻസ് ഫെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഭയങ്കര പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. കാരണം ബികോം എങ്ങനെ കിട്ടിയോ അതേപോലെ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ, ഹലോവീൻ, ഇവിടുത്തെ ഒക്കെ എല്ലാ പരിപാടിയും അടിപൊളിയായിരുന്നു. അതൊക്കെ നല്ല മെമ്മറീസ് തന്നെയാണ്. ഓക്കെ, ഇപ്പം ഫ്യൂച്ചറിൽ എന്താവണം എന്നാണ് ഇനി ആഗ്രഹം? അതായത് ACCA ഫാക്കൽറ്റി ആവണം എന്നാണോ, അല്ലെങ്കിൽ പിന്നെ വലിയ പൊസിഷനിലോട്ടേക്ക് ഒരു ACCA മെമ്പറായിട്ട് വലിയ MNCs വർക്ക് ചെയ്യാനാണോ ആഗ്രഹം? എന്താണ് ഫ്യൂച്ചർ ഗോൾ? എന്താണ്? എനിക്ക് ടീച്ചിങ് താല്പര്യമുണ്ട്. കാരണം എൻ്റെ പാരൻസും ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്കൊരു ACCA ഫാക്കൽറ്റി എൻ്റെ ഒരു എയിമാണ്. ബട്ട് ACCA പറഞ്ഞ പോലെ 3 വർഷം എക്സ്പീരിയൻസ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ACCA ആയി കഴിഞ്ഞിട്ട് ഫാക്കൽറ്റി ആവാലോ എന്നൊരു ആലോചനയാണ്. എനിക്ക് ഫാക്കൽറ്റി ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. മെയിൻലി കോർപ്പറേറ്റ് ലൈഫ് അത് തന്നെയാണ് നോക്കുന്നത്. ഇപ്പം 11ാമത്തെ പേപ്പറാണ്. ആൻഡ് ഷെയ്ഫ? ഞാൻ 10ാമത്തെ പേപ്പർ. അപ്പം ഇപ്പം ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ, ഒരു 1.5 years ആയിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ തീർത്ത് നമുക്കൊരു ജോബിലോട്ടേക്ക് പോകണം എന്നുള്ളതിലായിരിക്കും നിങ്ങൾ, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മേ ബി പാക്ഡ് ആക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പം ഇതേപോലെ ഭയങ്കര ലാഗ് ചെയ്ത് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അവരോട് ACCA പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഭയങ്കര ലാഗ് ചെയ്ത് പോവേണ്ട എന്ന് പറയാനൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ പറയൂ? അങ്ങനെ നോക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നെ ഉണ്ടാവും. ഈ ലാഗ് പിന്നെ ഒരു ലാഗായി കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അത് ഭയങ്കര ഒരു മടുപ്പ് തോന്നും. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റിയാൽ അത്രയും ബെനിഫിറ്റ് അവർക്ക് തന്നെ ഉണ്ടാവും. ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു +2 ആയിട്ട് നേരെ ACCA കയറുമായിരുന്നെങ്കിൽ ഇപ്പോഴൊരു ജോബിൽ കയറിയായിരുന്നു, ഒരു ഇൻകം ജനറേറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ആലോചിച്ചപ്പം ബികോമിന് കിട്ടിയ ആ ഒരു വാല്യൂസൊക്കെ അതും വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഒരിക്കലും ലാഗ് ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, ബട്ട് വേസ്റ്റ് ആക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ACCA ജേർണിയിൽ ഒബ്വിയസ്ലി ഫാക്കൽറ്റീസ് പാർട്ടാണ്, മെൻറ്റേഴ്സ് പാർട്ടാണ്, ഈവൻ കോർഡിനേറ്റേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പാർട്ടാണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? പാരൻസ് ആണെങ്കിലും ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം ACCA കയറണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചു ഫീസും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഫീസ് അത്യാവശ്യം അധികം ഉണ്ടാവും, അപ്പം അതിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ നോ എന്ന് ആലോചിക്കാൻ പോലും നിന്നില്ല. അവർ കേട്ടപ്പോൾ അവർ ചെയ്തോന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അപ്പം അതൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെ ആയിരുന്നു എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ പാരൻസും ഇതുവരെ എൻ്റെ ഒരു ഡ്രീംസിനോട് നോ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെങ്കിൽ ആ സ്ട്രഗിള് എന്നെ ഇതുവരെ അവർ കാണിച്ചിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് അതിനു വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കും. അവർ തന്നെയാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഇനിയും ഇതേപോലെ ബാക്കിയുള്ള പേപ്പേഴ്സിലും റാങ്ക് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു. അടുത്ത വീഡിയോയിൽ ഇതേപോലെ നമുക്ക് സംസാരിക്കാൻ വീണ്ടും പറ്റട്ടെ. താങ്ക് യു.